നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ കോട്ടിക്കുമാറായല്ലോ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ നീ ചിന്തിക്ക അറിവുണ്ടെങ്കിൽ ജനിച്ചതും മരിച്ചതും ആരാണെന്ന്. മനുഷ്യ നീ ചിന്തിക്ക അറിവുണ്ടെങ്കിൽ ജനിച്ചതും മരിച്ചതും ആരാണെന്ന്. മനുഷ്യ നീ ചിന്തിക്ക അറിവുണ്ടെങ്കിൽ ജനിച്ചതും മരിച്ചതും ആരാണെന്ന്. അഖിലേശൻ കളിയാടും മായാലോകെ തന്റെ കളികൾ നടത്തിടുമ്പോൾ കരയാനെന്ത്. അഖിലേശൻ അഖിലേശൻ കളിയാടും മായാലോകെ തന്റെ കളികൾ നടത്തിടുമ്പോൾ കരയാനെന്ത്. മനുഷ്യ നീ ചിന്തിക്ക അറിവുണ്ടെങ്കിൽ ജനിച്ചതും മരിച്ചതും ആരാണെന്ന്. മനുഷ്യ നീ ചിന്തിക്ക അറിവുണ്ടെങ്കിൽ ജനിച്ചതും മരിച്ചതും ആരാണെന്ന്. ഇഹപരലോകത്തിൻ്റെ ഉടമസ്ഥനായ സർവശക്തി ഉദയമായി നിന്ന് സ്ഥാപിച്ച ഈ ആത്മബോധോദയ സംഘത്തിൽ അംഗങ്ങളായി ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച പൊന്നോമന സന്താനങ്ങളെ, ഇന്ന് ആദ്യമായി സന്നിധാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളവരെ എല്ലാവർക്കും ഈ ആരാധനയിൽ കൂടി ആശ്വാസവും ആനന്ദവും പകർന്നു ലഭിക്കുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാത്മാക്കൾക്കും സമ്പൂർണമായ ആനന്ദത്തെ പ്രദാനം ചെയ്യുവാൻ മഹാശക്തി തീരുമാനം ചെയ്ത് ആ തിരുഹൃദയത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ച ഉന്നതമായ നിയമമാണ് ഈ ഞായറാഴ്ച ആരാധന. ഇതിൽ കൂടി അനേകങ്ങൾ ആശ്വസിക്കുന്നു, ആരാധിക്കുന്നു, ആനന്ദിക്കുന്നു. ഇത് ലോകാന്ത്യം വരെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിൽ പങ്കാളികളാകുന്നവരൊക്കെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഈ ഭാഗ്യാവസ്ഥ എന്നും നിങ്ങളിൽ നിലനിർത്തുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മൾ 2 ആത്മാക്കളെ ഇവിടെ സ്വീകരിച്ച് നിലനിർത്തി. നമുക്ക് വളരെ പ്രിയപ്പെട്ട എറണാകുളത്തെ രഘു എന്ന് പറയുമ്പോൾ പഴയ ആളുകൾക്കെല്ലാം അറിയാം. കുറച്ചുകൂടി അടുത്ത കാലത്ത് പരിചയപ്പെട്ടവർക്ക് രത്നഗിരി രഘു എന്ന് പറഞ്ഞാൽ അറിയാം. ഒരു സാധുവായ, സാത്വികനായ, നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. ഒരു ദിവസം ഇവിടെ വന്നു. പ്രഭാതത്തിൽ എല്ലാ ദിവസവും ഇവിടെ സമീപത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. രത്നഗിരിയിൽ നിന്ന് ഇവിടെ വന്നു. അടുത്ത വീടൊക്കെ വാങ്ങിച്ച് അവിടെ താമസിക്കുകയാണ്. രാവിലെ വന്നു. മൂത്ത മകന്
ഒരു മാരകമായ രോഗം പിടിപെട്ടിരിക്കുന്നു, അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഒരു നിർവാഹവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ആ സങ്കടത്തോടുകൂടി എൻ്റെ പാദത്തിലേക്ക് നമസ്കരിച്ചു. ആ സമയം ആത്മാവ് വേർപെടുകയായിരുന്നു. അല്പം ശ്വാസമുള്ളതായിട്ടൊക്കെ തോന്നി വെളിയിലേക്ക് ഇറക്കി ആശുപത്രി കൊണ്ടുപോയി. പക്ഷേ പോകുന്ന വഴിയിൽ തന്നെ ജീവൻ പോയിരുന്നു. അത് കഴിഞ്ഞൊരാഴ്ച കഴിയുമ്പോൾ എന്താണോ അപേക്ഷിച്ചത്, ആർക്കു വേണ്ടിയാണോ അപേക്ഷിച്ചത്, ആ മകനും പെട്ടെന്ന് തന്നെ കടന്നുപോയി. കാരണം അത്ര മാരകമായ ഒരു രോഗം കവർന്നെടുത്തിരുന്നു ആ ശരീരം മുഴുവൻ. പിന്നീട് അതിനെ ഒരു ശാസ്ത്രത്തിന് രക്ഷിക്കാൻ കഴിയാത്ത വിധം അത് പടർന്നിരുന്നു. ആ അപേക്ഷയും ഭഗവാൻ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 7 ദിവസം കഴിയുമ്പോൾ ആ ആത്മാവിനെയും സ്വീകരിച്ചു. ആ 2 ആത്മാക്കളുടെയും ശാന്തിക്ക് വേണ്ടിയുള്ള നിലവിളക്കാണ് ഇപ്പോൾ ഇവിടെ സമർപ്പിച്ചത്. മഹാശക്തി ആത്മാക്കളെ സ്വീകരിച്ച ആ തിരുഹൃദയ സ്വർഗത്തിൽ ചേർക്കുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവം ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പട്ടിണിയും പരിവട്ടവുമായി ചുറ്റി സഞ്ചരിച്ച് തൻ്റെ ആത്മാക്കളെ, ഏതാത്മാക്കളെ താൻ തന്നെ ജന്മം കൊടുത്ത് ഇവിടേക്ക് അയച്ച തൻ്റെ ദേവീദേവന്മാരെ തിരക്കി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ കാൽനടയായി നഗ്നപാതനായി പാതകരെ തേടി വന്ന പാദപത്മമേ, പാതകരെ തേടി വന്ന പാദപത്മമേ, പാപമൊഴിച്ചെന്നെ ചേർത്ത തിരുഹൃദയമേ, അങ്ങനെ നഗ്നപാതനായി സഞ്ചരിച്ച് ഓരോ ഭവനങ്ങളിലും കയറി ഇറങ്ങി. അന്ന് അതിനൊക്കെ ഭവനമെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം വളരെ ചെറിയ കുടിലുകളായിരുന്നു, മൺകൂടുകളായിരുന്നു. അതിനുള്ളിലേക്കൊക്കെ താഴ്ന്ന് കുനിഞ്ഞ് കയറി ചെന്ന് തൻ്റെ സന്താനങ്ങളെ മാറോടണച്ച് പാപം തീർത്ത് പരിശുദ്ധരാക്കി. നീ വന്നത് എന്തിനാണ്, നിന്നെ ഇങ്ങോട്ട് ജന്മം തന്നയച്ചത് എന്തിനാണ് എന്ന് അവർക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി. എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി? ജന്മാന്തര ജ്ഞാനത്തെ ഓതി ഭവിപ്പിച്ച് ജന്മപാപം തീർത്ത് കർമ്മദോഷം തീർത്ത് ആത്മശുദ്ധി വരുത്തി ആത്മനാഥൻ്റെ വാഴ്ച അവരവരുടെ ഹൃദയത്തിൽ ബോധ്യപ്പെടുത്തിയപ്പോൾ ഒത്തുചേർന്ന് നിന്ന് അവർ പ്രവർത്തിക്കുവാനിടയായി. അങ്ങനെ നാടുതോറും സഞ്ചരിച്ച ജഗദീശ്വരൻ ഈ സ്ഥാപനത്തിൽ വന്ന്, ഈ സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കി. അതിനു മുമ്പ് പല സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറുതും വലുതുമായ പല സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ പലരും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, അഗ്നിക്ക് ഇരയാക്കിയിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ സ്ഥാപനത്തിൽ വന്ന് സുസ്ഥിരമായ ഒരു സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ വാഴ്ച ആരംഭിച്ചു. അപ്പോൾ ഈ സ്ഥലം തന്ന ആളിന് തിരികെ വേണമെന്നുള്ള അഭിപ്രായവും ആ വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വന്നു. പറഞ്ഞു, ഒരു കാരണവശാലും ഇത് ഞാൻ തരികയില്ല, ഇതിന് പകരം വില തരാം എന്ന് പറഞ്ഞ് വില കൊടുത്തു. ഇപ്പോഴിത് വിട്ടുകൊടുത്തില്ല. എന്തുകൊണ്ട്? ഇന്ന് നിങ്ങൾക്കിങ്ങനെ ആരാധിക്കാൻ, ഇനിയും ലോകാന്ത്യം വരെ വരുന്ന സന്താനങ്ങൾക്ക് ആരാധിക്കുവാൻ സർവശക്തി ആ തിരുഹൃദയത്തിൽ കരുതിയതാണ് ഈ പുണ്യഭൂമി. ഇത് അവതാര കർമ്മക്ഷേത്രമാണ്. പ്രകാരം ഒന്നുമില്ലാത്ത ഈ ഊഷര ഭൂമിയിൽ വന്ന് നിന്നുകൊണ്ട് കണ്ണുനീരേറ്റം ഒഴുക്കി കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇതെല്ലാം ഇവിടെ വരുത്തി. ആ ആരംഭദശയിൽ പറഞ്ഞു, എൻ്റെ സന്യാസിമാരെ വിമാനങ്ങളിൽ കയറ്റി വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി ആരാധനകളും പ്രസംഗങ്ങളും നടത്തുന്ന സന്ദർഭമുണ്ടാകും. അന്ന് അതൊരു കൗതുകമേറിയ വാർത്തയായിരുന്നു, ആശ്ചര്യമുള്ള വാർത്തയായിരുന്നു. കാരണം ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. അളന്നാ തീരാത്ത അരി വരുമെന്ന് കൽപ്പിച്ചു. അന്ന് ഒരു പിടി അരി എടുക്കാനില്ലാത്ത സമയത്താണ് കൽപ്പന. ആശ്ചര്യം തോന്നും ആർക്കും. പറവച്ച് പണമളക്കുമെന്ന് പറഞ്ഞു. അന്നൊരു ഞായറാഴ്ച ആരാധന കഴിയുമ്പോൾ 5-10 രൂപയാണ് ഇവിടുത്തെ വരുമാനം. പറവച്ചളക്കുമെന്ന് പറഞ്ഞാൽ അന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർ ആശ്ചര്യപ്പെടുകയുള്ളൂ. പക്ഷേ വിശ്വാസം ഉറയ്ക്കുന്നു ഭക്തലോകത്തിലെല്ലാം. വിശ്വാസമുള്ളവർ അത് ഭക്തന്മാരാണ്. അവർ വിശ്വസിച്ചു, അവരതിനുവേണ്ടി ആശ്രയിച്ചു. അങ്ങനെ ആശ്രയിച്ചവരുടെ മധ്യത്തിൽ ഇതെല്ലാം
അനുഭവമാക്കിക്കൊണ്ട് ഒന്നുമില്ലാത്ത ഈ സന്നിധിയിൽ എല്ലാം ഉളവാക്കി തന്നു ദൈവം. പടിപടിയായി ഇവിടെ ആവശ്യമുള്ളതെല്ലാം ജഗദീശ്വരൻ നേർച്ചയായി സ്വീകരിച്ചു. എല്ലാം വരുത്തി വെച്ച് ഇന്നെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നതനാകുന്ന ഗുരുവിൻ്റെ നാമത്തിൽ ഇന്ന് എല്ലാ രാജ്യങ്ങളിലും സന്താനങ്ങളുണ്ട്. എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ സന്താനങ്ങളുണ്ട്. ഒരാളെങ്കിലും ഇല്ലാത്ത ഒരു സ്ഥലം പോലുമില്ല. കൂട്ടം കൂട്ടമായി ആരാധന നടത്തുന്നിടമുണ്ട്, ഓൺലൈൻ വഴിയായി ആരാധന നടത്തുന്നിടമുണ്ട്, ഏകനായിരുന്ന് ആരാധിക്കുന്നവരുണ്ട്. പക്ഷേ എല്ലായിടത്തും തിരുനാമം സ്തുതിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. സൽക്കർമ്മ ഫലത്താൽ, ത്യാഗകർമ്മ ഫലത്താൽ അതെല്ലാം എത്തിച്ചിരിക്കുന്നു. നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ആ വിധത്തിൽ ഈ പ്രാവശ്യം നമ്മുടെ ദുബൈയിലെ ഭക്തസന്താനങ്ങൾ തീർത്ഥാടകരായി ഇവിടെ എത്തിയപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, അവർക്ക് ഉപദേശത്തിൻ്റെ ചില ഭാഗങ്ങളെ വർണ്ണിച്ച് കേൾപ്പിക്കാനിടയായി. അവിചാരിതമായവരുടെ ഒരു മീറ്റിംഗ് കൂടിയതാണ്. പെട്ടെന്ന് ഉപദേശത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് കൂടുതൽ പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അപ്പോൾ മുതൽ അവർ ആഗ്രഹിച്ച് അപേക്ഷിക്കാൻ തുടങ്ങി, ആരെയെങ്കിലും ഞങ്ങൾക്കിതിനൊന്ന് ചുമതലപ്പെടുത്തി തരണം. ഒരു സ്വാമി അയക്കണമെന്നൊന്നും അവർ പറഞ്ഞില്ല. പക്ഷേ അവിടെ അതിന് തക്ക വിധത്തിൽ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ വിശദീകരണം പഠിപ്പിക്കാൻ തക്ക വിധത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു തീരുമാനമെടുത്തു. വിവേകാനന്ദ സ്വാമിയെ അവിടേക്ക് അയച്ചു. കഴിഞ്ഞ 3 ദിവസം നമ്മുടെ വിവേകാനന്ദ സ്വാമി ദുബൈയിൽ പോയി ഉപദേശം പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിക്കാൻ സ്വാമി അവിടെ ചെന്നപ്പോൾ ഒരാഗ്രഹം, 2 പേർക്ക് സത്യം കേൾക്കണം. സത്യം കേട്ടാലല്ലേ ഉപദേശം പഠിക്കാൻ പറ്റൂ. അങ്ങനെ 3 പേർ തയ്യാറായെങ്കിലും ഒരാളിന് ദേഹവശാലുള്ള അശുദ്ധി കാരണം പറ്റിയില്ല. മറ്റ് 2 പേരെ സത്യം കേൾപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായ ഒരു വിദേശ രാജ്യത്ത് നമ്മുടെ സത്യം കേൾപ്പിക്കുവാനുമുള്ള അവസരമായി തീർന്നു. ഇത് അന്ന് കൽപ്പിച്ച കൽപ്പനയുടെ ഫലമല്ലേ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അന്ന് കൽപ്പിച്ച കൽപ്പനകളല്ലേ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ശുഭാനന്ദ ഗുരുദേവൻ മറയുന്നവനാണോ, മാറുന്നവനാണോ, തൻ്റെ കൽപ്പനകൾക്ക് മാറ്റമുള്ളവനാണോ? അല്ല, ശുഭാനന്ദ ഗുരു മരിച്ചില്ല, ശുഭാനന്ദ ഗുരു മറഞ്ഞില്ല. ശുഭാനന്ദ ഗുരു മരിച്ചില്ല, ശുഭാനന്ദ ഗുരു മറഞ്ഞില്ല. ശുഭാനന്ദ ഗുരു മറഞ്ഞില്ല. മനുകുലങ്ങളെ രക്ഷിപ്പാനായി തിരിച്ചു വന്നു ഞാൻ പ്രവർത്തിച്ചു. ഓ, മനുകുലങ്ങളെ രക്ഷിപ്പാനായി തിരിച്ചു വന്നു താൻ പ്രവർത്തിച്ചു. ഒരു മാറ്റമില്ലാത്ത, മരണമില്ലാത്ത പരമഗുരുവിൻ്റെ വാഴ്ച എന്നും ഭക്തലോകത്തിന് കാണുവാനും അറിയുവാനും അനുഭവിക്കുവാനും തക്ക വിധത്തിൽ ചൊരിഞ്ഞ ഈ ഉന്നത നിയമം, ശരീരമാറ്റമെന്ന നിയമം, അത് നിങ്ങളുടെ മഹാഭാഗ്യമാണ്. എന്നും നിങ്ങൾ യാചിക്കുക, പ്രാർത്ഥിക്കുക. ഉന്നതനായ ദൈവം മാറ്റമില്ലാതെ ഞങ്ങൾക്ക് കാണുവാൻ തക്ക വിധത്തിൽ ലോകത്തിൽ വാഴണമേ എന്ന് പ്രാർത്ഥിക്കുക. പരാശക്തി പരാശക്തി പരമാനന്ദം തരുന്നൊരു ശക്തി. പരാശക്തി 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 പരമാനന്ദം തരുന്നൊരു ശക്തി. പ്രണവനാദമുളവാക്കിയ പരാശക്തി പരാശക്തി അഖിലവുമായി വിളയാടുന്ന പരാശക്തി. വിശ്വവിലാസ വിലോചനായി കളിയാടുന്ന പരാശക്തി. വിശ്വവിലാസ ജ്ഞാനസാഗര കളിയാടുന്ന ജ്ഞാനസ്വരൂപ
സ്വരൂപനായ പരാശക്തി സമ്പൂർണ്ണ കലകളോടെ എഴുന്നള്ളി വന്ന് സർവാത്മാക്കളെയും വീണ്ടെടുക്കുന്ന അത്യത്ഭുതമായ കാലമാണ് കലിയുഗം. ഇത് നിസ്സാരമായ ഒരു സംഭവമല്ല, അത്ഭുതകരമായ സംഭവമാണ്. കാരണം നരകതുല്യമായി പോയ ആത്മാവിനെ സ്വർഗമാക്കി തീർത്ത് പരലോകം ആത്മാവിൽ തെളിയിച്ചു പരമാനന്ദം നൽകുന്ന പരമാനന്ദ സ്വരൂപനാകുന്ന ജഗദീശ്വരന്റെ തിരുവതാര വാഴ്ചക്കാലമാണ്. അവതാരമായി ഗുരു അവതാരമായി പറയുമ്പോഴും പാടുമ്പോഴും വളരെ നിസ്സാരമായിട്ട് തോന്നിക്കും. ഗുരു എന്ന രണ്ടക്ഷരത്തിനുള്ളിൽ അനേകം 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 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതിയാവുമോ? മതിയാവുകയില്ല. കാരണം അനേകം എന്ന് പറഞ്ഞാലും പിന്നെ എന്തോ ബാക്കി നിൽക്കുന്നു എന്നാണ്. അനേകം എന്ന് പറഞ്ഞാലും മറ്റനേകം വീണ്ടും നിൽക്കുന്നു എന്നാണ്. എന്നാൽ അല്ല, അതിന് വളരെ ലളിതമായി പറഞ്ഞു, ഗുരു തന്നെ സൃഷ്ടിക്കാതെയും സർവ സൃഷ്ടികൾക്കുള്ളിൽ ഉള്ളതും സൃഷ്ടിജാലങ്ങളായതും ബഹുമാർദ്യവേഷം എടുത്തതും ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? അനേകം എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെ ബാക്കി ഉള്ളതായിട്ട് തോന്നത്തില്ലേ? ഈ പറഞ്ഞതിനകത്ത് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? സൃഷ്ടിക്ക് ആദി മുതൽ എന്ന് പറഞ്ഞാൽ അനാദി മുതൽ ഈ മർത്യ ജന്മത്തിൽ എത്തി നിൽക്കുന്ന നിമിഷം വരെയും ഇതെല്ലാം അവസാനിച്ച് സ്വസ്ഥതയിലേക്ക് എത്തും വരെയും ആരുണ്ട്? ഉള്ളതായിട്ടെന്നുമുണ്ട് ഉള്ളവനാം ജഗദീശൻ. ഉള്ളതായിട്ടെന്നുമുണ്ട് ഉള്ളതായിട്ടെന്നുമുണ്ട് ഉള്ളവനാം ജഗദീശൻ. ഉള്ളതല്ലാതൊന്നും ഇഹേ കാണുവാനില്ല. ഉള്ളതായിട്ടെന്നുമുണ്ട് ഉള്ളവനാം ജഗദീശൻ. ഉള്ളതില്ലാതൊന്നും ഇഹേ കാണുവാനില്ല. ഉള്ളതില്ലാതൊന്നും ഇഹേ കാണുവാനില്ല. ഉണ്ടായ ഈ ലോകത്തെ നീ ഉള്ളതായി കാണുന്നെങ്കിൽ ഉണ്ടായ ഈ ലോകത്തെ നീ ഉള്ളതായി കാണുന്നെങ്കിൽ ഉള്ളവന്റെ അധിവാസം മാത്രമാകുന്നു. ഉണ്ടായ ഈ ലോകത്തെ നീ ഉള്ളതായി കാണുന്നെങ്കിൽ ഉള്ളവന്റെ അധിവാസം മാത്രമാകുന്നു.
വാസിക്കുന്ന സൃഷ്ടി ലോകം താൻ മായ കൊണ്ടു സൃഷ്ടി ചെയ്തു ജ്ഞാനമതിൽ വാഴ്ച ചെയ്തു ലീലയാടി വസിക്കുന്ന സൃഷ്ടി ലോകം താൻ എല്ലാം ഉള്ളതായി തോന്നും ഉള്ളവനാം ഗുരുവിൻ്റെ എല്ലാം ഉള്ളതായി തോന്നും ഉള്ളവനാം ഗുരുവിൻ്റെ കളി വിളയാട്ടമെന്നു അറിഞ്ഞുകൊള്ളുക എല്ലാം ഉള്ളതായി തോന്നും ഉള്ളവനാം ഗുരുവിൻ്റെ കളി വിളയാട്ടമെന്നു അറിഞ്ഞുകൊള്ളുക കളി വിളയാട്ടമെന്നു അറിഞ്ഞുകൊള്ളുക. അപ്പോ എല്ലാം ഉള്ളതായി തോന്നിക്കുന്നത് ഉള്ളതായ ഗുരുവിന്റെ അധിവാസം കൊണ്ടാണ്. എന്നാൽ ഉണ്ടായത് എന്താണെന്നും ഉള്ളത് എന്താണെന്നും തിരിച്ചറിയുവാനുള്ള ബോധം, അതാണ് ആത്മബോധം. അത് ആത്മാക്കളിൽ നൽകുവാനാണ് ഗുരു തന്നെ കലിയെങ്കിൽ ഉദയമായി വന്ന് വാഴുന്നത്. അതുകൊണ്ടാണ് കലിയുഗ അവതാരം എത്ര ആനന്ദം, ആരാഞ്ഞറിയുന്നവർക്ക് ആനന്ദം തന്നെ എന്ന് പറഞ്ഞത്. ആരാഞ്ഞറിയുന്നവർക്ക് മാത്രമേ ഗുരുവിന്റെ അധിവാസം അകതാരിൽ അനുഭവമായിക്കൊണ്ട് ആത്മബോധം ഉദിച്ച് ആദ്യന്തമില്ലാത്ത ആനന്ദത്തെ കാണുവാൻ കഴിയുള്ളൂ. ആ പ്രകാരം ആത്മബോധം ഉദിച്ചാദ്യന്തമില്ലാത്ത ആനന്ദം ആത്മാവിൽ അനുഭവമാക്കുവാൻ ആദ്യന്തമില്ലാത്ത ജ്ഞാനരൂപം അവതാരമായി വന്ന ഈ ലോകത്തിൽ വാഴുമ്പോൾ ആശ്രയിക്കുക, ആരാധിക്കുക, അടിപണിയുക, ആദരസമിതം തന്റെ അറിവുകളെ സ്വീകരിക്കുക, അറിവിൽ കൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുക, സൽക്കർമ്മ ഫലമായി തത്വചിന്തകരായി തീരുക, തത്വചിന്തയിൽ കൂടി നിഷ്കളങ്കരായി തീരുക. നിഷ്കളങ്കരായി നിന്നാൽ മാത്രമേ നിഷ്കാമകർമ്മം ചെയ്യാൻ കഴിയുള്ളൂ. നിഷ്കാമകർമ്മം കൊണ്ട് മാത്രമേ നിത്യശാന്തി നിത്യാനന്ദം അനുഭവമാകുകയുള്ളൂ. അതുകൊണ്ട് അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിയുക, അറിയിക്കുക, എന്താണ്? അറിയുക എന്നുള്ളതാണ്. അറിയുക എന്ന് പറയുമ്പോൾ എന്തിനെ അറിഞ്ഞാലാണ് എല്ലാം അറിയുന്ന അറിവായി മാറുന്നത്? ഏതെങ്കിലും വലിയ ഒരു ലൈബ്രറിയിൽ പോയി ഒരു വിജ്ഞാന കോശത്തെ എടുത്ത് പഠിച്ചാൽ നമുക്ക് അറിവുണ്ടാകുമോ? ഈ ലോകത്തിൽ ഇന്ന് പ്രസിദ്ധീകൃതമായിരിക്കുന്ന സർവ്വ ഉപനിഷത്തുകളും വേദങ്ങളും എടുത്ത് പഠിച്ചാൽ അറിവുണ്ടാകുമോ? ഈ അറിവുള്ളവരെ തേടി നടന്ന് കണ്ടുപിടിച്ച് അവരെല്ലാം കൂടി പറഞ്ഞു തരുന്നത് കേട്ടു പഠിച്ചാൽ അറിവുണ്ടാകുമോ? ഉണ്ടാകും. അപ്പോഴപ്പോൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ അറിവായി ലഭിക്കും. എന്നാൽ യഥാർത്ഥമായ അറിവ് അറിയേണ്ടതറിയുവാൻ അഖിലേശ കനിയണേ. ആരോടാണ് പ്രാർത്ഥന? അറിവിന്റെ പൂർണ്ണരൂപ ഗുരുവരനേ. എന്താണ് അറിയേണ്ടത്? അവനവനെ അറിയുന്ന അറിവല്ലോ
അവനവനെ അറിയുന്ന അറിവ് എന്താണ്? അവനവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അവനവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങൾ എല്ലാവരും സത്യം കേട്ട കയറി ഊറും സത്യം കേട്ടവരാണല്ലോ. എല്ലാവരും സത്യം കേട്ടവരാണല്ലോ. ഈ ആത്മബോധോദയ സംഘത്തിൽ വന്ന് നിങ്ങളെ ആദ്യം പഠിപ്പിച്ച വാക്കെന്താണ്? ആത്മബോധ സംഘത്തിൽ നിന്ന് നമ്മളെ ആദ്യം പഠിപ്പിച്ച വാക്കെന്താണ്? ഞാൻ എന്താണെന്നാണ്, അല്ലേ? അപ്പൊ ഈ ഞാൻ ആരാണ്? ഞാനാരാണ്? ആത്മാവാണ്. ആത്മാവാണ്. അപ്പൊ ആ ആത്മാവിനെ ആത്മാവ് അറിയുന്ന അറിവാണ് യഥാർത്ഥമായി കരുതേണ്ടത്. അതാണ് യഥാർത്ഥമായ അറിവ്. ആ അറിയേണ്ട അറിവിനെ അറിയിക്കണേ എന്നാണ് ഗുരുവിനോട് യാചിച്ചത്. അപ്പോഴാണ് അറിയിച്ചത് അവനവനെ അറിയുന്ന അറിവാണ് അറിവായി കരുതേണ്ടത് എന്ന് അറിയിച്ചുകൊണ്ട് നീ നിന്നെ അറിയുവാനുള്ള അറിവിനെ ആ ഉന്നതനാകുന്ന ജഗദീശ്വരൻ തെളിയിച്ചു തരികയാണ്. ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ഓ ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ഓ ജന്മഭാവ കർമ്മദോഷം തീർത്തു രക്ഷിക്കാൻ. ഈ ജന്മഭാവവും കർമ്മദോഷവും ഒക്കെ തീർന്നെങ്കിലേ ആത്മബോധം ആത്മാവിൽ ഭവിക്കുകയുള്ളൂ. അതിനാണ് ആദ്യം ജന്മാന്തര ജ്ഞാനമായി തന്നെ തന്നിലേക്ക് ഉദിപ്പിക്കുന്നത്. ആ ജന്മഭാവം തീരുവാനുള്ള വഴിയാണ് ജന്മാന്തര ജ്ഞാനം. ജന്മാന്തര ജ്ഞാനം കേൾക്കുന്ന മർത്യന്റെ ജന്മഭാവം പാടേ മാറിപ്പോകും. എന്താണ് ജന്മഭാവം? ജന്മം എന്തിനെന്നറിയാത്തതാണ് ജന്മഭാവം. അതുകൊണ്ടാണ് കർമ്മദോഷത്തിലേക്ക് പോകുന്നത്. ആ ഉന്നതനാകുന്ന ഗുരുവിന്റെ അകതാരിൽ നിന്ന് ഉരുവായി വന്ന ആത്മാവാണ് ഞാനെന്ന് സ്വയം അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവ ഇഷ്ടം അല്ലാതെ ഒന്നും ചെയ്യുവാൻ ആരും ഒരുങ്ങുകയില്ല. അങ്ങനെ ദൈവ ഇഷ്ടം ചെയ്യുന്നവരിൽ കർമ്മദോഷം ഉണ്ടാകുന്നില്ല. അങ്ങനെ ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ഓ ജന്മഭാവ കർമ്മദോഷം തീർത്തു രക്ഷിക്കാൻ. അവതാരമായി വന്ന് ജന്മാന്തര ജ്ഞാനത്തെ ആത്മാവിൽ ഭവിപ്പിക്കുമ്പോൾ കേട്ടു ഗ്രഹിക്കണം, ആദരസമന്വിതം സ്വീകരിക്കണം. അപ്പോൾ മാത്രമേ ജന്മപാപം മാറുകയുള്ളൂ. അങ്ങനെ ജന്മപാപം മാറിയ മർത്യന്മാരാണ് ആത്മനാഥനോട് ചേർന്ന് ബന്ധിച്ച് ജീവിതം ചെയ്യുന്നത്. അവർക്ക് ഈ ലോകത്തിലെ ഒരു കലഹങ്ങളും അവരെ ബാധിക്കുകയില്ല. ആരെല്ലാം എന്തെല്ലാം വേണ്ടാധീനങ്ങൾ പറഞ്ഞ് ചെവിയിലേക്ക് കുത്തി തിരികെ കൊടുത്താലും അവരിലേക്ക് അത് ബാധിക്കുകയില്ല. എന്തുകൊണ്ട്? ഈ ജന്മാന്തര ജ്ഞാനത്തിന്റെ വൈഭവങ്ങളെ ആത്മാവിലായി സ്വീകരിച്ചുകൊണ്ട് ആത്മനാഥനോട് ബന്ധിച്ചവർ ജീവിക്കുകയാണ്. ആ അങ്ങനെ ചേർന്ന് ജീവിക്കുന്നവർക്ക് ആ ഒരാൾ കാണുമ്പോ അത് എന്ത് ഈടൊക്കെ എന്തൊക്കെ
കാണിക്കുന്നത്, അതാ ഇതാ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയും. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കൊത്തിപ്പെറുക്കി എടുത്ത് കൂട്ടി വെക്കുക ചിലരുടെ ഒരു തൊഴിലാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കൊത്തിപ്പറയും കൂട്ടിവെക്കുക ചിലരുടെ ഇത് ഇങ്ങനെ ഏതെങ്കിലും നിഷ്കളങ്ക ഹൃദയത്തിലോട് കൊടുക്കുക. അല്ലെങ്കിൽ നിഷ്കളങ്ക ഹൃദയത്തിലോട് അങ്ങനെ കൊടുക്കുന്ന ഒരു സുഖമാണ് ചില ആളുകൾക്ക്. അങ്ങനെ കൊടുക്കുന്ന ഒരു സുഖമാണ് ഇത് കേൾക്കുന്ന ഒരു ആൾ ഇത് കേൾക്കുന്ന ഒരാൾ ഈ ജന്മാന്തരജ്ഞാനം വേണ്ട വിധത്തിൽ ഗ്രഹിച്ച് ജന്മിയാകുന്ന ഗുരുവിനോട് ചേർന്ന് ജീവിക്കുന്ന ആളാണെങ്കിൽ, മാത്രജ്ഞാനം ഗ്രഹിച്ച് ജന്മിയാകുന്ന ഗുരുവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, എതിർക്കാൻ എത്ര പ്രാപ്തി കുറവുണ്ടെങ്കിൽ എതിർക്കാൻ എത്ര പ്രാപ്തിക്കുറവുണ്ടെങ്കിൽ ഇരുന്ന് കേട്ടുകൊടുക്കും, കേൾക്കാൻ ഇരുന്ന് കൊടുക്കും. പക്ഷേ ഒരു അക്ഷരം പോലും അകത്തേക്ക് എടുക്കുകയില്ല. ഒരു ശകലം കൂടി പ്രാപ്തിയുള്ളവരാണെങ്കിൽ, ഞാൻ അത് ആരാധനയ്ക്ക് വന്ന് എന്റെ ഭഗവാനെ കാണാനും സുഖിക്കാനും വന്നതാണ്, എനിക്കിതൊന്നും കേൾക്കണ്ട, എനിക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യം കേൾക്കാനല്ല ഞാൻ വന്നത്, ഞാൻ എന്റെ ഗുരുവിനെ ആരാധിക്കുവാനും ആനന്ദിക്കുവാനും വന്നതാണ്. എന്റെ ജന്മം എന്റെ ഗുരുവിൽ നിന്നുണ്ടായതാണ്. ഇത് തിരിച്ചു ഗുരുവിങ്കിൽ എത്തിക്കേണ്ടത് എന്റെ കടമയാണ്. അപ്രകാരം ഗുരുവിങ്കിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഞാൻ പരിശുദ്ധ ജീവിതം ചെയ്യണം. എനിക്ക് ഈ മാലിന്യങ്ങളൊന്നും കേൾക്കാനല്ല ഞാൻ വന്നത്. അങ്ങനെ മാനസം മായയിൽ ബന്ധിച്ചു പോയ ആത്മാവിന്റെ മാനസത്തിൽ നിന്ന് മാലിന്യങ്ങളെ മാറ്റി രക്ഷിക്കുവാൻ അവതാരമായി വന്ന ജഗദീശ്വരനെ ഒരു മനുഷ്യനായി കണ്ടുകൊണ്ട് ചിത്രീകരിക്കുവാനോ ആക്ഷേപിക്കുവാനോ ശ്രമിച്ചാൽ ഈ ജന്മാന്തരജ്ഞാനം ഗ്രഹിച്ച ആത്മാക്കൾ ആരും അത് സ്വീകരിക്കുകയില്ല. അവർക്കതിൽ കൗതുകം ഉണ്ടാവുകയില്ല. അവർ അഗ്നി പോലെ അതിനെ ഭയക്കും. അന്ധകാരമായി കണ്ടുകൊണ്ട് അതിനെ ഒഴിയും. ആപത്തനർത്ഥം ഉണ്ടാകുമെന്ന് കണ്ടവരെ വിട്ടൊഴിഞ്ഞ് ജീവിക്കും. അങ്ങനെ അന്ധകാര ബന്ധത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ഈ നരകാഗ്നിയെ വിട്ടൊഴിഞ്ഞ് ശുദ്ധമായ മാനസിക അവസ്ഥയോടുകൂടി ഗുരുവിനോട് ചേർന്ന് ജീവിച്ച് ആനന്ദം അനുഭവിക്കണമെന്ന് പൂർണ്ണമായി തീരുമാനിച്ചിരിക്കുന്നവരത് കൈയുയർത്തി കണ്ടാക്കൊള്ളാം. അങ്ങനെയെങ്കിൽ അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർന്നു ജീവാത്മാവ് ആനന്ദിക്കുക. ലോകത്തിൽ നമ്മൾ ജീവിതം ചെയ്യുമ്പോൾ പലരെയും നമ്മൾ ഉന്നതരായി കരുതും, ഉന്നതമായി കണ്ട് ബഹുമാനിക്കും, പലരെ സുഹൃത്തുക്കളായി സ്നേഹിക്കും, പലരെയും പല വിധത്തിൽ പ്രായം കുറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ പക്വത കുറഞ്ഞ ആളുകളെ ആ വിധത്തിൽ പരിരക്ഷിക്കും. ഇങ്ങനെയുള്ള പല വിഭാഗത്തിലുള്ള ആളുകളുമായിട്ടാണ് ഒരു വ്യക്തി സമൂഹത്തിൽ ഇടപെടുന്നത്. തീർച്ചയായും അങ്ങനെ ഉണ്ടെങ്കിലേ ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ കഴിയുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഗുരുവിനെതിരായി ഇതിൽപ്പെട്ട ആരെന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും ഈ നരകത്തിൽ നിന്ന് വീണ്ടെടുത്ത് എന്നെ രക്ഷിച്ച ഗുരുവിനെയാണ് ഈ പറയുന്നത്. ഒരു നിമിഷം ഒരു ചിന്ത വന്നാൽ ആളിനോട് പിന്നെ ഒരു കാരണവശാലും ബന്ധപ്പെടുകയില്ല. മാനസികമായ വിരോധമൊന്നും ഉണ്ടായിട്ടല്ല, എന്റെ മാനസിക പരിശുദ്ധിക്ക് വിഘാതമാകുന്ന ശബ്ദങ്ങളെ ഈ ആൾ കൂടി എന്നിലേക്ക് വരുന്നുണ്ട് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തികളെ അങ്ങ് ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ആ ആത്മാവ് ശ്രമിക്കും. അതിന് വലുതാവട്ടെ, സഹവർത്തിത്വം പുലർത്തുന്നവരാവട്ടെ, താഴെ നമ്മളാൽ പരിരക്ഷിക്കപ്പെടുന്നവരാവട്ടെ, ഏതു വിധത്തിലുള്ളവരായാലും അവരെ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ഉന്നതമായ ഈ സത്യജീവിതം ചെയ്യുവാൻ അവർ തീരുമാനിക്കും. അപ്പൊ ബാഹ്യലോകം നോക്കുമ്പോ ആളിനെ അവര് ഉപേക്ഷിച്ചു കളഞ്ഞല്ലോ. അപ്പൊ അച്ഛനാണ് ഒരു മകനോട് ഇങ്ങനെ പറയുന്നതെങ്കിൽ, അച്ഛാ എന്റെ ഗുരുവിനെ പറ്റി അച്ഛൻ ഇനി സംസാരിക്കരുത്, അത് എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മളെ രക്ഷിച്ചത് നമ്മുടെ ഗുരുവാണ്. ഞാൻ ഇന്ന് ഈ അനുഭവിക്കുന്ന ആശ്വാസവും ആനന്ദവും എന്റെ ഗുരുവിന്റെ വകയാണ്. അച്ഛൻ ഒരിക്കലും അങ്ങനെ പറയരുത്.
അച്ഛൻ ഒരിക്കലും ഇങ്ങനെ പലവട്ടം പറഞ്ഞു നോക്കും. ഒരു വിധത്തിലും അത് കേൾക്കുന്നില്ല, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമുണ്ട് അച്ഛന് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതിൻ്റെതായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ നിർവഹിക്കുകയല്ലാതെ പിന്നെ ഈ സംസാരം കേൾക്കാൻ പോവുകയില്ല. അപ്പോ ആ അച്ഛൻ ചിലപ്പം ബാഹ്യലോകത്തേക്ക് ഇറങ്ങിയിട്ട് പറയുന്ന ഇപ്പൊ മകൻ എന്നോട് മിണ്ടാറില്ല, അവൻ എന്റെ കാര്യങ്ങളൊന്നും കേൾക്കാറില്ല. ഇപ്പൊ കേൾക്കുന്ന ആളുകൾ വിചാരിക്കോ ഈ മോനെ ഈ നിലയിലാക്കിയത് ഈ അച്ഛനല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ മോൻ കാണിക്കുന്നത്, അവൻ്റെ ഒരു ഗുരുത്വദോഷി ആയി പോയല്ലോ എന്നൊക്കെ ഒരു പക്ഷെ പറഞ്ഞേക്കാം. പക്ഷെ അതൊന്നും നിങ്ങളെ ബാധിക്കില്ല. പക്ഷെ അച്ഛന് കൊടുക്കാനുള്ള ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്തിരിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നിർവഹിച്ചേ മതിയാവും. ഈ അച്ഛൻ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും അച്ഛന് പകരം അച്ഛൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കേൾക്കാതിരിക്കാനും സഹകരിക്കാതിരിക്കാനും നമുക്ക് കഴിയും. സഹകരിച്ചാലല്ലേ ഇത് കേൾക്കേണ്ടി വരുള്ളൂ. അപ്പൊ പല ദിവസം ആകുമ്പോൾ അച്ഛനൊരു ബോധം ഉണ്ടാവുക, പറച്ചിൽ നിർത്തും. അപ്പൊ നമുക്ക് അച്ഛന്റെ കൂടെ സന്തോഷമായിട്ട് സഹകരിക്കാം. അപ്പൊ നമുക്ക് ഒരേ രീതിയിൽ നിൽക്കുന്ന ഒരേ വിലയിൽ നിൽക്കുന്ന ആളുകളാണ്, സുഹൃത്തുക്കളാണ് പറയുന്നതെങ്കിലും അതേപോലെ തന്നെ ഉപേക്ഷിക്കാൻ പറ്റും. താഴെ നമ്മളാൽ പരിരക്ഷിക്കപ്പെടുന്നവരാണെങ്കിൽ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോവുകയും ഇതുപോലെ വിമർശിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ചെറിയ ചെറിയ ശിക്ഷാരീതികൾ പോലും അതിനെ അവലംബിക്കാവുന്നതാണ്. തല്ലിക്കൊല്ലാനല്ല. ഇനി ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് ഞാൻ വെള്ളം തരികയില്ല, ഇനി നീ ഗുരുത്വദോഷം കാണിച്ചാൽ നിന്നെ ഞാൻ വീട്ടിൽ കയറ്റുകയില്ല, അങ്ങനെയൊക്കെ ഒരു വരട്ടൊക്കെ വരട്ടി ആ വിധത്തിൽ ക്രമീകരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിയുള്ള ഒരാളിനാണ് കഴിയും. ഏത് വിധത്തിലായാലും അരുതരുതേ മനസ്സേ നീ പോകരുതേ എങ്ങോ, അരുതരുതേ അറിവ് വിട്ടു അരനിമിഷം പോകരുതേ, അറിവ് വിട്ടു അരനിമിഷം പോകരുതേ മനസ്സേ. അറിവിന്റെ വഴിയിൽ കൂടി ജീവിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ കരുതേണ്ടതായിട്ടുണ്ട്. ചില ആളുകളുടെ ഒരു പ്രത്യേകത എപ്പോഴും ഇങ്ങനെ എന്തിനെങ്കിലും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. ചിലരുടെ രീതിയാണ്. ഈ നമുക്ക് അറിയാമല്ലോ, നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ വരുന്ന സ്വന്തം പേര് എപ്പോഴും വിളിച്ചു പറയുന്ന ഒരു ജീവിയുണ്ട്. എന്താണെന്നറിയോ? സ്വന്തം പേര് എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തുവാ? കുറച്ച് പറ. അത് അതിൻ്റെ പേരല്ലേ പറയുന്നത്, അല്ലേ? അതിനോട് പേര് ചോദിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ എപ്പോഴും പറയും, കാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ശരിയില്ലേ? അപ്പം ഇതിനോട് പറയാ, നീ അങ്ങനെ പറയില്ലേ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കൂ. പണ്ട് ഒരു ബ്രാഹ്മണൻ അയൽവാസിയായിട്ട് ഇങ്ങനെ ചെറിയൊരു തർക്കം ഉണ്ടായി. അപ്പോൾ ഈ അയൽവാസിയായ മനുഷ്യൻ മദ്യപിക്കുകയും ചില ആ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അയാൾ ഇങ്ങനെ വായി വന്ന ചീത്തയൊക്കെ വിളിച്ച് ഈ തിരുമേനിയെ പറയുക. അപ്പൊ തിരുമേനി ഇപ്പുറത്ത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ബാക്കി പല ആളുകളും കാണാനും കേൾക്കാനും ഒക്കെ വന്ന് ഈ വഴക്കിടുന്നത് കാണുന്നത് എല്ലാവർക്കും ഒരു സുഖമാണ്. അപ്പൊ അതിന് കുറെ പേര് വന്നു ഇപ്പൊ ഉണ്ട്. അപ്പൊ ഇയാളിങ്ങനെ വാദോരാതെ ചീത്ത വിളിക്കുക, അത് ആവശ്യമില്ലാത്ത അസഭ്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്നും ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. അപ്പൊ അതിനകത്ത് പല സാധനങ്ങളുടെയും പേരൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ അതിപ്പോ ഇവിടെ ഒന്നുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനത് ഇപ്പൊ പറയുന്നില്ല. നിങ്ങൾക്കത് തിരിച്ച് വീണ്ടും കേൾക്കുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞപ്പോ ഈ ബ്രാഹ്മണന്റെ ഊഴം വന്നു. അതുവരെയും കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ബ്രാഹ്മണൻ അവിടെ നിന്ന് പഴം, പപ്പടം, പാൽപ്പായസം. അപ്പൊ കേൾവിക്കാരനായ ഒരാൾ ചോദിച്ചു, തിരുമേനി എന്ത് ഈ പറയുന്നത്? അവൻ ഈ ചീത്തയൊക്കെ വിളിക്കും, തിരുമേനി എന്ത് ഈ പറയുന്നത്? അവൻ കഴിക്കുന്ന സാധനമൊക്കെ അവൻ പറഞ്ഞു, സാധനമൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പൊ ആദ്യം പറഞ്ഞ എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ആദ്യം പറഞ്ഞ എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായില്ലേ? ഒരുവിധം മനസ്സിലായിട്ടുണ്ട്. ഏതായാലും എന്ന് പറഞ്ഞതുപോലെ അവരവരിൽ ഇരിക്കുന്ന ഗുണങ്ങളാണ് എപ്പോഴും പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് അരുതരുതേ മനസ്സേ നീ പോകരുതേ എങ്ങോ, അരുതരുതേ അറിവ് വിട്ടു അരനിമിഷം പോകരുതേ മനസ്സേ.
ഉദ്ദേശിക്കുന്നത്. അറിവിൽ കൂടി സഞ്ചരിക്കുവാനുള്ള സർവജ്ഞാനത്തെയാണ് പരമഗുരു ഓ, ഉപദേശിക്കുന്നത്. ഇങ്ങനെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എപ്പോഴും സർവജ്ഞാനം 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 എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് പലർക്കും ചിന്തയുണ്ട്. അങ്ങനെ പലർക്കും ചിന്തയുണ്ട്. ചില ആളുകളൊക്കെ അങ്ങനെ അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നിടത്ത് ചില സ്ഥലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, ക്ലാസ് എടുക്കാൻ കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവരണം, നിർബന്ധമായി കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, എന്നും ഈ ആത്മീയം പഠിപ്പിച്ച് പിള്ളേരെ സന്യാസിയാക്കാൻ പോവാം. സന്യാസിയാകാനാണ് ആത്മീയം പഠിക്കുന്നതാണ് പലരുടെയും വിചാരം. ആത്മാവിന്റെ ഗുണങ്ങൾ ആത്മാവിൽ കണ്ടെത്തുവാൻ, ആത്മാവിന്റെ ജീവിക്കുന്നതാകുന്നു ആധ്യാത്മിക ജീവിതം. ഇപ്പോ നിലവിലുള്ള നമ്മുടെ ഭക്തപരമ്പരകൾ പലരുടെയും വിചാരമാ ഞാനെല്ലാം പഠിച്ച് കലിയുമൊക്കെ കേട്ട് ഞാൻ മിടുക്കനായിരിക്കുകയാണെന്നാണ്. കലിയുമൊക്കെ കേട്ട് വർഷങ്ങളായ പലരെയും ഞാൻ വിളിച്ച് പല കാര്യങ്ങളും ഞാൻ ചോദിക്കും. ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഇപ്പൊ വേറൊരു ഗുണവും കൂടെ ഉണ്ട്. പല ആളുകളും ഈ വലിയ ദുഃഖമൊക്കെ വന്നാലും ഒരു ഒന്നോ രണ്ടോ വാക്കി പറഞ്ഞു പെട്ടെന്ന് അങ്ങ് പോകും, നിക്കത്തില്ല അവിടെ. എന്തെങ്കിലും തിരിച്ച് മറുപടി ചോദിച്ചെങ്കിലോ എന്നുള്ള ആ ഒരു ഭയം എല്ലാവർക്കും ഉണ്ട്. ഭയം നല്ലതാണ്. ആ ഭയം മാറ്റുവാൻ തക്ക വിധത്തിൽ ഈ ജ്ഞാനത്തെ നിങ്ങൾ ഗ്രഹിച്ചു കൊള്ളണം. ഒരിക്കലും നിങ്ങളെ ഇകഴ്ത്തിക്കൊണ്ട് എനിക്ക് മിടുക്കനാവാനല്ല. അങ്ങനെ നിങ്ങളെ ഇകഴ്ത്തി കഴിഞ്ഞ പിന്നെ എനിക്കെന്തുവാ വില? നിങ്ങൾ വലിയവരായിട്ട് ഈ ലോകരംഗത്ത് സജ്ജനങ്ങളായി ജീവിക്കുമ്പോഴാണ് ഗുരു എന്ന നിലയിൽ എനിക്ക് അഭിമാനിക്കാൻ പറ്റും. ഈ ലോകത്ത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു തെറ്റായ നടപടിയിലേക്ക് പോയാൽ അതിന്റെ അപമാനം ഗുരുവിനാണ് ഏൽക്കുന്നത്. അപ്പൊ അങ്ങനെ ആരും ചിന്തിക്കരുത്. അറിവിനെ എപ്പോഴും 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 കരുതുവാനും അത് ആത്മാവിന്റെ രൂപമായി പ്രശോഭിക്കുന്നത് അനുഭവിക്കുവാനും വേണ്ടി ജീവിതം ചെയ്യണം. കണ്ണിനു കണ്ണായി കണ്ണനെ അങ്ങേ കരുണായെന്നിൽ ചൊരിയണേ ദൈവമേ. അപ്പോ നന്നായി കണ്ടറിഞ്ഞ് ആരാധിപ്പാനുള്ള ഈ സർവജ്ഞാനം ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. ജ്ഞാനെ കണ്ണു താനല്ലോ പൂരം നക്ഷത്രം, ജ്ഞാനമുള്ളവരുള്ളിലെല്ലാം പൂരം നക്ഷത്രം. തന്നെ കാണുന്നൊരു കണ്ണാകുന്നു ജ്ഞാനം. കണ്ണായാൽ കാണുന്ന വേദം ഇത്. ജ്ഞാനമല്ലാതെ തന്നെ കാണാൻ ഒരു വഴിയുമില്ല. ഇത് നിങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങളെ തോൽപ്പിച്ച് എനിക്ക് മിടുക്കനാവാനല്ല. അങ്ങനെ മിടുക്കനാവേണ്ട ആവശ്യവുമില്ലല്ലോ. കാരണം കലിയുഗ പുരുഷോത്തമനാകുന്ന ജഗദീശൻ ഉദയം ചെയ്തു നിന്നുകൊണ്ടാണ് ആത്മബോധ ഉദയ സംഘത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നോട് എതിർത്തു ജയിച്ചിടുവാൻ ഇന്നോളം ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ലോകത്തിലോ പരലോകത്തിലോ ഇവനെ ജയിക്കാൻ ആരുമില്ല. ചുരികയും പരിചയം ഒന്നും വേണ്ട, തൃക്കൈയിലുണ്ടല്ലോ സുദർശനവും.
നാമത്തിൽ വാഴ്ത്തുന്നു. ജയവും വിജയവും ഒക്കെ തൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. ജയവും വിജയവും ഒക്കെ തന്റെ ഉള്ളിൽ മാത്രം. പരാജയം കണ്ടിട്ടുള്ള ഒരു ശക്തി അല്ല ഇത്. പരാജയം കണ്ടിട്ടുള്ള ഒരു ശക്തിയല്ല. പരാജയപ്പെടുത്താനുള്ള ശക്തിയുമല്ല. പരാജയപ്പെടുത്താനുള്ള ഇത് അന്ത്യയുഗത്തിലെ ജ്ഞാനോത്സവം. ഇത് അന്ത്യയുഗത്തിലെ ജ്ഞാനോത്സവം. അത് വിജയോത്സവമായി, വിജയോത്സവം, ആനന്ദോത്സവമായി സർവാത്മാക്കളിലുള്ള കലികളെ ഉന്മൂലനം ചെയ്ത് ആത്മാക്കളിലുള്ള കലികളെ ഉന്മൂലനം ചെയ്ത് ആനന്ദോത്സവമാടുവാൻ അവതാരമായി വന്നതാണ്. ആനന്ദോത്സവം. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം, ഉത്സവം ആഘോഷിക്കാം, സർവജ്ഞാനം അതായിത്തീരണ ഓരോ ആത്മാവും. എങ്കിൽ മാത്രമേ ഗുരുരൂപത്തെ അകതാൽ കണ്ടുകൊണ്ട് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും കഴിയുള്ളൂ. ആരാധിച്ച് ആനന്ദിക്കാമെന്ന് പാടിയാൽ മാത്രം പോരാ. ഗുരുരൂപം അകതാരിൽ ഉരുവായി നിന്നുകൊണ്ട് അനുകൂല രക്ഷ ചെയ്യുന്നത് അനുഭവമാകണം. ഖഡ്ഗി കലിയെ ജയിച്ചുകൊണ്ട് സല്ലപിക്കുന്നത് അനുഭവമാകണം. അപ്പോൾ നാമസങ്കീർത്തനം എന്ന് കാണാം. അങ്ങനെ നാമസങ്കീർത്തനം ഓരോ നരന്മാരിലും നാരിമാരിലും ഉദയം ചെയ്ത് നിന്നുകൊണ്ട് സമ്പൂർണ്ണ മോക്ഷത്തെ ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിച്ച് എല്ലാം ഒടുക്കിയിട്ട് ഒടുവിൽ ഈശൻ സ്വസ്ഥതയിലേക്ക് അടങ്ങിടുമ്പോൾ സൃഷ്ടികളെല്ലാം പ്രളയമാകും, സൃഷ്ടാവ് സ്വസ്ഥതയിലടങ്ങും. അപ്പോൾ തന്റെ സ്വസ്ഥതയിലേക്ക് ചേർക്കപ്പെടുവാൻ മഹത്വം, ഭാഗ്യം, സ്വസ്ഥതയുള്ളവരായി ലോകത്തിൽ ജീവിതം ചെയ്യുവാൻ അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർന്നു ജീവാത്മാവ് ആനന്ദിക്കുക. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം, സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. ഇത് വെറുതെ പാടാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതാണ്. അനുഭവിക്കണം, അനുഭവിക്കണം, അനുഭവിക്കണം. എന്റെ സർവ്വസന്താനങ്ങളും അനുഭവിക്കണം. സമ്പൂർണ്ണ അനുഭവ ഗുണനിധിയായിട്ടാണ്, സർവജ്ഞാനാനുഭവ ഗുണനിധിയായിട്ടാണ് ആനന്ദരൂപം ലോകത്തിൽ അവതാരമായിരിക്കുന്നത്. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർന്നു ജീവാത്മാവ് ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർന്നു ജീവാത്മാവ് ആനന്ദിക്കുക. സമ്പൂർണ്ണാനന്ദരൂപനാകുന്ന ഗുരുവിന്റെ വാഴ്ച ഓരോ ആത്മാവിലും അനുഭവമാകുവാൻ സത്യധർമ്മം പുലർത്തി ലോകത്തിൽ ജീവിതം ചെയ്യുക. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും നിങ്ങൾ കേൾക്കാനിടയാവരുത്, പറയാനിടയാവരുത്, ചിന്തിക്കാനിടയാവരുത്, കർമ്മിക്കാനിടയാവരുത്. കേൾക്കുന്നത് പറയുവാനും പറയുന്നത് പ്രവർത്തിക്കുവാനും ആ പ്രവർത്തിക്ക അടിസ്ഥാനമായി നിൽക്കുന്ന സൽചിന്തകൾ ചെയ്യുവാനും ഭഗവാൻ അനുവദിച്ചു തന്നിരിക്കുന്ന ശേഷിയും ശേമുഷിയും
ശേമുഷിയും ശേമുഷിയും അതിൻ്റെതായ അടിസ്ഥാനത്തിൽ തന്നെ ഉറപ്പിച്ചു നിലനിർത്തുവാൻ അതിന്റേതായ അടിസ്ഥാനത്തിൽ തന്നെ ഉറപ്പിച്ചു ഈ നിലനിർത്തുവാൻ സർവജ്ഞാനത്തെ പൂർണ്ണമായി നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുക. സർവ്വജ്ഞാനത്തെ പൂർണ്ണമായും നമ്മൾ സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപൻ സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപൻ തന്റെ മഹാതത്വങ്ങളെ അവന്റെ മഹാതത്വങ്ങളെ ജീവാത്മാക്കളിലേക്ക് പരിപൂർണമായും വെളിപ്പെടുത്തുന്ന ഉന്നതമായ ഒരു കർമ്മമാണ് നമ്മുടെ മഹാധാരാസ്തുതി. ഈ ലോകത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത തന്റെ ജ്ഞാനഹൃദയത്തെ അതിന്റെ ഓരോരോ നൂലിഴകളും അഴിച്ചെടുത്ത് അതിന്റെ വർണ്ണനകളെ ആത്മലോകത്തിലേക്ക് വർണ്ണിച്ച് അതിനെ കൊണ്ട് ആത്മാവിനെ ബന്ധിച്ച് ആനന്ദത്തിലേക്ക് പടിപടിയായി ഉയർത്തിയെടുക്കുന്ന ഉന്നതമായ മഹായജ്ഞമാണ് ധാരാസ്തുതി. ആ ആനന്ദ രസച്ചരടിൽ ബന്ധിക്കപ്പെടുവാൻ ആത്മലോകമിതാ വ്രതവുമായി കാത്തിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ വ്രതത്തിന്റെ 13-ാം ദിവസമാണിന്ന്. ഉന്നതമായ നിശ്ചയദാർഢ്യത്തോടുകൂടി മഹാസങ്കല്പങ്ങളോടുകൂടി വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നമ്മുടെ ഈ സ്വദേശത്തും വ്രതമെടുക്കുന്ന സർവാത്മാക്കളെയും സർവശക്തി ഇവിടെ എത്തിച്ച് ഉന്നതമായി താരാസ്തുതി നടത്തി തരുവാൻ നമുക്ക് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം. ആനന്ദത്തിന്റെ പരിപൂർണതയിൽ നിന്നുകൊണ്ട് ഉന്നതമായ താരാസ്തുതി അനുഭവിക്കുവാൻ ഓരോ ഹൃദയങ്ങളെയും ജഗദീശ്വരൻ ഒരുക്കുമാറാകട്ടെ. മഹാശക്തിയും ദേവീദേവന്മാരും ദൂതപരമ്പരകളും ഭക്തലോകവും ഒന്നിച്ചാഘോഷിക്കുന്ന ഉത്സവമാണ് താരാസ്തുതി. ഏവർക്കും അത് അനുഭവമാകട്ടെ. അത് കഴിഞ്ഞ് ജന്മനക്ഷത്ര മഹോത്സവങ്ങൾ അടുത്തു വരുന്നു. മാർച്ച് മാസം 5, 6, 7 തീയതികളിൽ കാർത്തിക മകയിര മഹോത്സവം ജന്മനക്ഷത്ര സ്തുതിയായി നടത്തപ്പെടുകയാണ്. എല്ലാ സന്താനങ്ങളും വന്നു ചേർന്ന് 3 ദിവസമായി നടക്കുന്ന ജന്മനക്ഷത്ര സ്തുതിയിൽ പങ്കെടുക്കുക. 23-ാം തീയതി പൂരാടൻ ജന്മനക്ഷത്ര മഹോത്സവമാണ്. അതിലും എത്രത്തോളം സന്താനങ്ങൾക്ക് വന്നു ചേരാൻ കഴിയുമോ അത്രത്തോളം വന്നു ചേരുകയും ആനന്ദോത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്യണം. അതുപോലെ നമ്മുടെ ശാഖാശ്രമങ്ങളിൽ വിവിധ ഇടങ്ങളിൽ വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുംബൈ അമർനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നേ ദിവസം വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിജ്ഞാനാനുസ്വാമിയുടെ നേതൃത്വത്തിലൂടെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഘോഷയാത്ര അകത്ത് പ്രവേശിച്ച് ആരാധന നടക്കുകയായിരിക്കും. ഉന്നതമായതെല്ലാം നടത്തപ്പെടട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസം ചിറ്റാറാശ്രമത്തിന്റെ പുനഃപ്രതിഷ്ഠാകർമ്മം നടന്നു. നാളെ ഇവിടെ വാർഷികമാണ്. ഇന്നേ ദിവസം പോത്തുങ്കണ്ണ ശാഖാശ്രമത്തിൽ ആദർശ കൊടി ഉയർത്തിയിരിക്കുന്നു. നാളെ തലശ്ശേരി ആശ്രമത്തിൽ ആദർശ കൊടി ഉയർത്തുകയാണ്. എല്ലായിടത്തും കരുണാധിയുടെ എഴുന്നള്ളത്തോടുകൂടി എല്ലാം നടത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ കഴിയുന്നിടത്തോളം ആളുകൾ എല്ലായിടത്തും പോയി പങ്കെടുക്കുന്നുണ്ട്. അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും കഴിയുന്നിടത്തോളം പോവുക, പങ്കെടുക്കുക. ഉന്നതമായ എല്ലാ കർമ്മങ്ങളും നടത്തപ്പെടട്ടെ. ആനന്ദരൂപൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആനന്ദമായി സർവകർമ്മങ്ങളും നടത്തപ്പെടട്ടെ. ആനന്ദ മഹാഗോപുരമിതാ ഉയർത്തപ്പെടുന്നു. ശുഭാനന്ദ ഗോപുരം ഉയർത്തപ്പെടുന്നു. തപോ ശതാബ്ദി സ്മാരക ഗോപുരം ഉയർത്തപ്പെടുന്നു. ഭക്തവത്സലനാകുന്ന ഭഗവാന്റെ സ്നേഹവാത്സല്യങ്ങളാൽ രൂപീകരിക്കപ്പെടുന്ന ഗോപുരം
സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തി പ്രത്യക്ഷമായി എന്നും വാഴുമാറാകട്ടെ. വീണ്ടും വന്ന് കാണും വരെയും ഈ ആനന്ദവും അതിസുഖവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരിലെല്ലാം എന്തെല്ലാം ദുഃഖങ്ങളുണ്ടോ അതെല്ലാം മാറ്റപ്പെടുമാറാകട്ടെ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ജഗദീശ്വര കാരുണ്യത്താൽ ലഭിക്കട്ടെ. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കട്ടെ. മംഗല്യഭാഗ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കട്ടെ. ഭവനമില്ലാതെ കരയുന്നവർക്ക് അത് ലഭിക്കട്ടെ. ഉന്നതമായ സന്താന ഭാഗ്യത്തിനായി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കട്ടെ. എല്ലാം തിരുനിശ്ചയപ്രകാരം ലോകത്തിൽ നടത്തപ്പെടട്ടെ.